ഹലോ മക്കളെ, സെക്കൻഡ് ടൈം എക്സാം എല്ലാം എന്താ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ലാസ്റ്റ് എക്സാം ആയിരുന്നു പ്ലസ് വൺ CS എക്സാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ചില ചോദ്യങ്ങൾ കുറച്ച് പ്രയാസമേറിയ ചോദ്യങ്ങളായിരുന്നു. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപേക്ഷിച്ച് നോക്കുകയാണ്, കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ ആണെങ്കിൽ മോഡൽ എക്സാമും സെക്കൻഡ് ടൈം എക്സാമും വളരെ സിമ്പിളും ഫൈനൽ എക്സാം വളരെ ടഫും ആയിപ്പോയി. അപ്പോൾ കുട്ടികളും അധ്യാപകരും ഉന്നയിച്ചൊരു കാര്യമാണ്, ഈ ഫൈനൽ എക്സാം മാത്രം ടഫ് ആക്കാതെ അല്ലെങ്കിൽ ഫൈനൽ എക്സാം ഇത്ര ടഫ് ആക്കിയിട്ട് അഥവാ മറ്റുള്ള ഈ പറഞ്ഞ സെക്കൻഡ് ടൈം എക്സാം മോഡൽ എക്സാം വളരെ സിമ്പിള്, ദെൻ ഫൈനൽ എക്സാം വളരെ ടഫ്. അപ്പോൾ മുൻകൂട്ടി ഒരു സൂചന നൽകാതെ ഫൈനൽ എക്സാം മാത്രം ടഫ് ആക്കിയെന്ന ഒരു പരാതി എല്ലാവർക്കും ഉന്നയിച്ചിരുന്നു. അപ്പം അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പം എന്താണ് ഈ സെക്കൻഡ് ടൈം എക്സാമും ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാം ടഫ് ആക്കുന്നത്. അപ്പം ഈ പറഞ്ഞൊരു കുട്ടികൾക്ക് എന്താണ് ഈ ഫൈനൽ എക്സാമിന് ഇത്രത്തോളം നല്ല ഗംഭീരമായിട്ട് പഠിക്കണം, ഇത്രത്തോളം ടഫ്നെസ് എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമെന്ന് കാണിച്ചു തരിക തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം എക്സാം കഴിഞ്ഞപ്പോൾ കൂടുതൽ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ച സ്റ്റുഡൻസിനാണെങ്കിൽ പല കാറ്റഗറീസ് ഉണ്ട്. എക്സാം വളരെ ഈസിയാണ് സാറേ, എക്സാം വളരെ ടഫാണ്, എക്സാം കുറച്ച് മോഡറേറ്റ് ലെവലാണ്. അതായത് ഈ എക്സാം വളരെ ഈസി എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്നി ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയിരുന്നു മെജോറിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം അതെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചു, ദെൻ പിന്നെ ക്വസ്റ്റ്യൻസിലോട്ട് പോയി. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ ടഫാന്ന് പറഞ്ഞ ആൾക്കാരെന്ന് പറഞ്ഞാൽ തലേന്ന് സൂപ്പർ സിസ്റ്റം മാത്രം കണ്ടുപോയ കുറേ ആൾക്കാരുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോയ ആൾക്കാരുണ്ട്. അതാണ് കൂടുതൽ ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ ടഫാന്ന് പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ആ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഈ എക്സാംസ് നേരിടാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് പല ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പ്ലസ് വൺ സീസണിൻ്റെ പല ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ആ കോൺസെപ്റ്റ് അറിഞ്ഞ് ദെൻ അത് കോൺസെപ്റ്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കോൺസെപ്റ്റ് അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി ഫൈനൽ എക്സാമും നേരിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോൺസെപ്റ്റ് അറിഞ്ഞ് ഇനി പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ പറഞ്ഞ A to Z റിവിഷൻസ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ടാണ് സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്ത മക്കൾക്കായിട്ട് ഒരു അവസരം വന്നിരിക്കുന്നു. അതായത് നമുക്ക് സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ N550 എന്ന് പറഞ്ഞ കോഡ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15% നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ ജോയിൻ ചെയ്യുന്ന മക്കളിൽ നിന്നാണെങ്കിൽ 5 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പം ഈ ഒരു അവസരം മാക്സിമം വിനിയോഗിക്കുക. നമുക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എൻഡ് ഗെയിം ബാച്ചും കിട്ടുന്നുണ്ട്, പ്ലസ് എന്താണ് നമുക്കൊരു വാച്ച് സമ്മാനമായിട്ടും കിട്ടുന്നുണ്ട്. അപ്പം മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.